പ്രിയപ്പെട്ടവരെ, ശാസ്താംകോട്ട KSNDB കോളേജ് സംസ്കൃത വിഭാഗം സംസ്കൃത ജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം. സംസ്കൃതവും പരിസ്ഥിതിയുമായുള്ള ബന്ധം അഭേദ്യമത്രേ. സംസ്കൃത സാഹിത്യത്തിൽ പരിസ്ഥിതിയെ സംബന്ധിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെ സംബന്ധിച്ചും വളരെയധികം വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് അതിൽ ചിലതിനെ നമുക്ക് പരിചയപ്പെടാം. വേദങ്ങളിൽ ഒന്നായ അഥർവവേദത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ. ഭൂമി മാതാവാണ്, ഞാൻ ഭൂമിയുടെ പുത്രനാണ്. ഇവിടെ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും എല്ലാം ഭൂമിയുടെ മക്കളായി പറഞ്ഞിരിക്കുന്നു. അമ്മ എപ്രകാരമാണോ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ മക്കൾ എപ്രകാരമാണോ അമ്മയെ ആദരിക്കുന്നതും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്, ആ രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കണം നമ്മളും പരിസ്ഥിതിയും എന്ന സന്ദേശമാണ് ഈ വേദവാക്യം നൽകുന്നത്. വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സംസ്കൃത സാഹിത്യത്തിലെ സുഭാഷിതം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദശകൂപ സമാവാപി ദശവാപി സമോഹൃദഃ ദശഹൃത് സമോപുത്ര ദശപുത്ര സമോദ്രുമ. 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു തടാകം. 10 തടാകങ്ങൾക്ക് തുല്യമാണ് ഒരു ജലാശയം. 10 ജലാശയങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ. 10 പുത്രന്മാർക്ക് തുല്യമത്രേ ഒരു വൃക്ഷം. അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് വൃക്ഷം എന്ന് പറയുന്ന പരിസ്ഥിതിയിലെ ഘടകം. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ പഞ്ചഭൂത സിദ്ധാന്തം സംസ്കൃതത്തിന്റെ ഒരു സംഭാവനയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആധാരം പഞ്ചഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. ഈ പ്രപഞ്ചത്തിലെ ആകാശവും അന്തരീക്ഷവും ഭൂമിയും വെള്ളവും ഔഷധങ്ങളും എല്ലാം ശാന്തമായും ശുദ്ധമായും നിലനിന്നാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും സുസ്ഥിതി സാധ്യമാകുകയുള്ളൂ. മഹാകവി കാളിദാസന്റെ ശാകുന്തളം, മേഘദൂതം തുടങ്ങിയ കൃതികളിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ സൗഹൃദം കാണാം. ശകുന്തള തപോവനത്തിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കാതെ ആഹാരം കഴിക്കാറില്ലായിരുന്നുവെന്നും അവയിൽ പൂക്കൾ വിരിയുമ്പോൾ ഉത്സവമായി ആഘോഷിച്ചിരുന്നുവെന്നും കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്കൃത ഭാഷയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും പ്രകൃതിയെ സംബന്ധിക്കുന്ന ഒട്ടനവധി കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം. ലോക പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുസ്ഥിര വികസനവും പ്രകൃതി സംരക്ഷണവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സംസ്കൃത ഭാഷയിലൂടെ ഭാരതീയർ ലോകത്തിന് പകർന്നു നൽകിയതാണ്. പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം തടഞ്ഞുകൊണ്ടും ആവശ്യത്തിന് മാത്രമുള്ള ഉപഭോഗം കൊണ്ടും പ്രകൃതിയായ മാതാവിനെ സംരക്ഷിക്കുക, അതോടെ നമ്മുടെ സംരക്ഷണവും ഉറപ്പാക്കുക എന്നതായിരിക്കണം ലോക പരിസ്ഥിതി ദിനം കൊണ്ട് നാം അർത്ഥമാക്കേണ്ടത്. എല്ലാവർക്കും സംസ്കൃത വിഭാഗത്തിന്റെ പരിസ്ഥിതി ദിനാശംസകൾ. നന്ദി, നമസ്കാരം. ശാന്താദ്യൗ ശാന്താ പൃഥിവീ ശാന്തമിതം മുർവന്തരിക്ഷം ശാന്താ ഉദന്വതീരാപ ശാന്താന സന്തോഷധീഃ. ശാന്തി ശാന്തി ശാന്തി.